ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ശത്രുക്കൾക്ക് ശരിക്കും നിങ്ങളിൽ നിന്നും എന്താണ് വേണ്ടത്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ശത്രുക്കൾക്ക് നിങ്ങളിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഒരു പരിവമാക്കി വെച്ചിരിക്കുകയാണ്. നല്ല രീതിക്ക് ഒരു പരിവമാക്കി വെച്ചിട്ടുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. ഇവിടെ വന്നിരിക്കുന്ന കാർഡിന്റെ കോമ്പിനേഷൻസ് കണ്ടാൽ തന്നെ അറിയാം എന്തൊരു കോയിൻസിഡൻസ് ആയിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഈ റോഡ് പണിക്കൊക്കെ റോഡ് റോളറൊക്കെ കണ്ടിട്ടില്ലേ? ഈ ടാർ പണിക്കൊക്കെ റോഡ് റോളർ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അത്രയും തേച്ചിങ്ങനെ ഫിക്സഡ് ആക്കുവാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റോഡ് റോളറിന്റെ സ്ഥാനം തന്നെയാണ് ഈ ശത്രുവിന്റെ. അങ്ങനെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊത്തത്തിലുള്ള കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിൽ, വീടിനെ ബാധിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മക്കളെ ബാധിക്കുന്നത് ഇതുവരെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മാരീഡ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പലതും കേട്ടുകേൾവി ഉണ്ടായിരുന്ന കാര്യങ്ങൾ, പലതും നിങ്ങൾ അന്ധവിശ്വാസമായിട്ട് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാൻ തുടങ്ങിയപ്പോൾ, അത് കേട്ടുകേൾവിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ പരിപാടികൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ഒരു അവയർനെസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടായത്. കാരണം നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഭയങ്കര വക്രബുദ്ധിയുള്ള ആളാണ്, അല്ലെങ്കിൽ ഇത്തിരി കുരുട്ട് ബുദ്ധിയുള്ള ആളാണ്. അവർക്ക് നിങ്ങളുടെ മർമ്മസ്ഥാനം എന്താണെന്നറിയാം, നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്നറിയാം. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഏത് രീതിയിൽ തോൽപ്പിക്കാൻ പറ്റും എന്നും അറിയാം. കാരണം ഇവിടെ സാമ്പത്തിക കാര്യങ്ങൾ ഒരു ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. സാമ്പത്തികം, വസ്തു, നിങ്ങൾ അനുഭവിക്കേണ്ട സാമ്പത്തികം, വസ്തു, വീട് കാര്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങൾക്കായിട്ട് നിൽക്കേണ്ട വ്യക്തികൾ വരെ, നിങ്ങളുടെ ഒരു ശക്തിയായിട്ട് നിൽക്കേണ്ട, നിങ്ങളുടെ ഒരു വാമഭാഗമായിട്ട് നിൽക്കേണ്ട വ്യക്തികൾ വരെ, പാർട്ട്ണറായിട്ട് നിൽക്കേണ്ട വ്യക്തികളെ വരെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള സന്തോഷത്തിനെ തല്ലിക്കെടുത്തിയ ഒരവസ്ഥ. എത്രത്തോളം ഒരു വ്യക്തി സന്തോഷിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിക്കുന്നതിന് പകരം ഒരു വിഷമം കൊടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ
നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തിന് ബുദ്ധിമുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങളുടെ ഒരു അടിത്തറയ്ക്ക് വരെ ഒരു മൊത്തത്തിലുള്ള ഒരു കുലുക്കം അല്ലെങ്കിൽ ഒരിളക്കം സംഭവിച്ചപ്പോഴാണ് നിങ്ങൾക്കും ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. കാരണം നിങ്ങൾക്കല്ല ശരിക്കും ജഡ്ജ്മെന്റ് കിട്ടുന്നത്, നിങ്ങൾക്കല്ല ശരിക്കും നീതി കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അവർക്ക് നീതി കിട്ടണം, നിങ്ങൾക്ക് നീതി കിട്ടരുത് എന്നുള്ള കാര്യങ്ങളാണ്. ശരിക്കും ഓരോ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര്, ഓരോ എന്താ പറയാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും, നിങ്ങൾക്ക് കൂടോത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര് എന്താ പറയാ, ഒരു സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങൾ എല്ലാത്തിലും പെട്ടുകിടക്കുന്ന ഒരവസ്ഥയുമാണ് ഇവിടെ ഉള്ളത്. പുറം ലോകം നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, അവര് സേഫായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ശത്രുവിൻ്റെതായിട്ടുള്ള കുറച്ച് കുൽസിത പ്രവൃത്തികളൊക്കെ ഉണ്ട്. സംസാരം കൊണ്ടുള്ള കാര്യങ്ങൾ, പ്രവൃത്തികൾ കൊണ്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഇത്തിരി മോശപ്പെട്ട കാര്യങ്ങളാക്കി വെച്ചിരിക്കുന്നു. അവര് നല്ല കാര്യങ്ങളുമാക്കി സമൂഹത്തിന് മുമ്പിൽ ഒരു അഭിനയ കുലപതി പോലെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പല വ്യക്തികളുടെയും മുമ്പിൽ അവര് അഭിനയിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനു പകരം നിങ്ങൾക്ക് കിട്ടേണ്ട പല വ്യക്തികളുടെയും, നിങ്ങൾക്ക് കിട്ടേണ്ട പല സാഹചര്യങ്ങളുടെയും മുന്നിൽ നിങ്ങൾ നെഗറ്റീവ് ആവുന്നു. ഇപ്പൊ നിങ്ങളെ ഒരാൾ സഹായിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്കും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയും അവർക്ക് അവരുടെ മുമ്പിൽ നിങ്ങൾ നെഗറ്റീവ് ആവും. നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലുള്ളതായിരിക്കില്ല ചിലപ്പോൾ പുറത്ത് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൽ പെട്ടുകിടക്കുന്ന ഒരവസ്ഥയാണ്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രുവിന്റെ ഒരു സ്ഥാനം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ അടുത്ത് ജീവിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. സാമ്പത്തികമായിട്ടും അത് മാത്രമല്ല, നിങ്ങൾക്കൊരു നമുക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത്, നമുക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റും, പക്ഷെ നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടത്തില്ല. അപ്പൊ അതൊരു നല്ല കാര്യമല്ലേ. ഒരു കുടുംബം നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ കിട്ടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ ശത്രുസ്ഥാനമാണ് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നത്. ഇത് കുറെ ആളുകൾ വർഷങ്ങളായിട്ട് ഇതിൽ നിൽക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മറ്റേ പെട്ടെന്ന് ഞെട്ടിക്കൽ ബിരിയാണി വന്നതുപോലെ പെട്ടെന്ന് ലൈഫിൽ ഒരു ഞെട്ടിക്കൽ വന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. സഡനായിട്ട് ഒരു ഇത്, അതായത് നിങ്ങളൊന്ന് ഒരു ട്രാക്കിൽ, ഇപ്പൊ ട്രെയിൻ ഒരു ട്രാക്കിൽ കൂടി പോയി പെട്ടെന്ന് പാളം തെറ്റുന്ന ഒരവസ്ഥ. ആ പാളം തെറ്റിയപ്പോൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിക്ക് നിങ്ങൾ ഏത് അറ്റം വരെയുള്ള രീതി കാണാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു വിഷമത്തിന്റെ കാര്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഈ ശത്രുവിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങൾ കൊണ്ടിട്ടും ശത്രുവിൻ്റെതായിട്ടുള്ള ഉപദ്രവം കൊണ്ടിട്ടുമാണ്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും, ഇപ്പൊ സാമ്പത്തികമായിരിക്കാം, വ്യക്തികളുടെ കാര്യമായിരിക്കാം,
ജോലിയുടെ കാര്യങ്ങൾ, കർമ്മത്തിന്റെ കാര്യങ്ങൾ, അതായത് നിങ്ങൾ ചെയ്യേണ്ട ജോലി, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇതില് അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. മറ്റുള്ളവരാൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരവസ്ഥ, നിങ്ങളല്ല മറ്റുള്ളവരെ കൊണ്ട്. ഓക്കെ, പക്ഷേ ഇത് എന്ത് പറയാനാ, ഇത് നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഇത് ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളെ മറ്റുള്ളവര് പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊരു അവയർനെസ് വന്നിട്ടുണ്ടാവും. ഇന്നതുപോലെയുള്ള ട്രാക്കിൽ കൂടി പോയാൽ ഇന്നതുപോലെയൊക്കെയുള്ള രക്ഷപ്പെടലുകൾ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പല ആളുകളെയും വിശ്വസിപ്പിക്കാനും നിങ്ങൾ പല സഹായത്തിന് വേണ്ടിയും പല കാര്യങ്ങളൊക്കെ ബെഗ് ചെയ്യുന്നുണ്ടാവും, യാചിക്കുന്നുണ്ടാവും. ഇവിടെ ഒരുപാട് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ യാചന നടത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവരോട്. പക്ഷെ അവരൊക്കെ നിങ്ങളെ ആ ചെവി കൂടി കെട്ടി ഈ ചെവി കൂടി കളയുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് ഒരു പൂർത്തിയായിട്ടുള്ള ഒരു തികഞ്ഞ ഒരു അന്ധവിശ്വാസിയാണെന്ന് മുദ്ര കുത്തുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് എന്ന് നിങ്ങളെ നെഗറ്റീവ് അടിച്ച് പുറകോട്ടാക്കുക. പക്ഷെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്, ഇന്നതുപോലെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ കൂടെ ഉള്ളവര് നിങ്ങളോട് ചിലപ്പോൾ സഹകരിക്കുന്നുണ്ടാവില്ല. അതിവിടെ കാണുന്നുണ്ട്. കാരണം ഇത് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു കൂടെ ഒരു സഹായി ഉണ്ടെങ്കിൽ, കൂടെ ഒരു എന്താ പറയാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പലതും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പലതും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അതെല്ലാം ഒരു ക്ലാരിറ്റിയോടുകൂടി വീണ്ടെടുക്കാൻ പറ്റും. കുടുംബമാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും ജോലിയുടെ കാര്യമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും. യെസ്, അതന്നെയാണ് പറഞ്ഞത്. ഇതിലെ ഒന്നാമത്തെ കാര്യം, സ്വന്തത്തിലുള്ള ആളുകൾ തന്നെ. ഇപ്പൊ ചില ആളുകൾക്ക്, ഒരു 10% ആളുകൾക്ക്, 10 ഒരു 30% ആളുകൾക്ക് അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുടെ ട്രാക്കുണ്ട്. ട്രാക്ക് അല്ലെങ്കിൽ ഒരു ശാപം, അവരുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു 30% ആളുകൾക്ക് സ്വന്തം മദർ, സ്വന്തം ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ അല്ല, അതൊക്കെ ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അല്ല പറഞ്ഞാൽ സ്വന്തം അച്ഛൻ, സ്വന്തം മദർ, അതിൻ്റെ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും എന്താ പറയാ, നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ ദാമ്പത്യ ബന്ധത്തിൽ നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും, ഇപ്പൊ നിങ്ങൾ ആരെയാണോ വിവാഹം കഴിച്ചത് അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നുള്ള ബുദ്ധിമുട്ടലുകളും ഇവിടെ കാണിക്കുന്നുണ്ട്, ശത്രുസ്ഥാനമായിട്ട്. ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ശത്രുസ്ഥാനമായിട്ട് നിൽക്കുന്നത് മുഴുവനും നിങ്ങളെ ഒന്ന് സേഫ് ആക്കി വെക്കേണ്ട ആളുകൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഴ്ച വരുമ്പോൾ നിങ്ങളെ ഒന്ന് താങ്ങി പിടിക്കേണ്ട ആളുകൾ തന്നെയായിരുന്നു. അതിപ്പോ ജോലി സ്ഥലത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ഒന്ന് നിങ്ങളെ ശരിക്കും സഹായിക്കേണ്ട ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ അത് ഒരു കൊക്ക, നമ്മളിപ്പോ ഈ കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ കൊക്കകളൊക്കെ കാണില്ലേ, അവിടെ നിന്ന് ആരും അറിയാതെ ചവിട്ടി താഴ്ത്തിട്ട് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. അതുപോലത്തെ ഉള്ള ഒരവസ്ഥയാണ് ഇവിടെ. ഇടം വലം നോക്കാതെ നല്ല കൃത്യമായിട്ട് ചവിട്ടി താഴ്ത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതെല്ലാം വീണ്ടും എടുക്കാൻ പറ്റും. കലങ്ങി തെളിഞ്ഞ്
വീണ്ടെടുക്കാൻ പറ്റും. ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. ഇതെല്ലാം ഒരു നഷ്ടപ്പെട്ട ഒരു കുടുംബം തന്നെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് കിരീടവും ചെങ്കോലും പോയെന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ? ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞിക്ക് കിരീടവും ചെങ്കോലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രാജപദവി പോയി കഴിഞ്ഞാൽ ആരാണ് ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. പിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. അതുപോലെയാണ്. അപ്പൊ അത് വീണ്ടെടുക്കാൻ പറ്റും. ചെയ്യേണ്ടത് ചെയ്യുന്ന പോലെ വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവരാണോ എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ, അവരാണോ എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ, ആരായിരിക്കും എന്നെ നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റുക? കാരണം നിങ്ങളുടെ മനസ്സ് അത്രയും ഒരു എന്താ പറയാ, നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാം. പക്ഷെ അതേ അളവിൽ നിങ്ങളെയും കൂടി സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പരം ഒരു ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ തന്നെ വിചാരിക്കാറുണ്ട് നിങ്ങൾക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം നിങ്ങൾ കാണാനായിട്ട് ഇത്തിരി ഭംഗിയുള്ള ആളുകളാണ്. പൊക്കി പറഞ്ഞല്ല കേട്ടോ. കാരണം ഇത്തിരി എന്താ പറയാ, ഒരു അണിഞ്ഞൊരുങ്ങി നടന്നാലോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കഴിവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റൊരാളിങ്ങനെ ഒന്നുകൂടി ഒന്ന് നോക്കി പോകുന്ന തരത്തിലുള്ള ഒരു നടത്തം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു സംസാരമായിരിക്കാം. കാരണം ഇത് കുശുമ്പും കുഞ്ഞായ്മയിലൊക്കെ കൂടി ഇതൊക്കെ വന്നിട്ടുള്ള പരിപാടികളുണ്ട്. നിങ്ങൾക്ക് അവർക്കില്ലാത്തത്, നിങ്ങളുടെ ശത്രുസ്ഥാനത്തിന് ഇല്ലാത്ത പല പരിപാടികളും നിങ്ങൾക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഇതിൽ കൂടി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാനാ? അതിങ്ങനെ ഈ 2050 ആയാലും ഈ കുശുമ്പൊക്കെ ഉണ്ടാവും തോന്നുന്നു. എന്താ പറയാ, അങ്ങനെയുള്ള കാര്യത്തിൽ കൂടി വന്നിരിക്കുന്ന കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ചിലപ്പോ ശത്രുസ്ഥാനത്തിനുള്ള അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഭംഗിയുണ്ടാകാം, അല്ലെങ്കിൽ അവരെക്കാളും കൂടുതൽ കഴിവുണ്ടാകാം, ജോലി ഉണ്ടാകാം, എന്തൊക്കെയോ സംഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. അവരിൽ കൂടുതൽ ഒരു ഉയർന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ അവർക്കെന്നുള്ള ടെൻഷനിൽ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ്. വല്ല വട്ടാണെന്ന് തോന്നുന്നു. അല്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് പിന്നെ അതല്ലാതെ പിന്നെ ഞാൻ എന്തു പറയാനാ? ആരെങ്കിലും എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട്, ആരെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ജീവിച്ച് ഒരു ഇത് സന്തോഷമായിട്ട് ഇരിക്കുന്നതല്ലേ നമുക്കും കാണാനായിട്ടൊരിത്. ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തികളുടെ വരെ ഒരു വിഷമം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ എന്ത് പറയാനാ? കാരണം ഇങ്ങനെയുള്ള ഇപ്പൊ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ നല്ല രീതിക്ക് ബ്ലാക്ക് മാജിക് കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതെല്ലാം നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് വീണ്ടെടുക്കാൻ പൂർണ്ണമായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ആയിരിക്കും ചിലപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും കൂടി ഒരു പരിഹാരം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് നോക്കാതെ ഒന്നും പരിഹാരം പറയാൻ പറ്റില്ല കേട്ടോ. അല്ലാതെ ഇതിനെന്താണ് നിങ്ങൾ പരിഹാരം പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു പറയാന്? നോക്കാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായിരിക്കില്ല വേറൊരാൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ആധികാരികമായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കമന്റിൽ കൂടി എപ്പോഴും ആളുകൾ ചോദിക്കും പരിഹാരം പറയൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നോക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല. ഒരാളുടെ കാര്യമായിരിക്കില്ല അടുത്ത ആൾക്ക് ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് പലർക്കും പല രീതിയിലായിരിക്കും. അതിനനുസരിച്ച് പരിഹാരങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.